ആഗോള സഭ ഒരു വലിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം, വലിയ നോമ്പ് ആരംഭത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം, വിഭൂതി തിങ്കളാഴ്ച എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. മനുഷ്യൻ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അർത്ഥപൂർണമായി ചിന്തിക്കാൻ പ്രത്യേകമായ വിധം ക്ഷണിക്കപ്പെടുന്ന ഒരു ദിവസവും ഒരു കാലവും, വിഭൂതി ഭസ്മം നെറ്റിയിൽ പൂശിക്കൊണ്ട് ഒരടയാളം നൽകി നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ധ്യാനിക്കുകയാണ്. നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ അർത്ഥപൂർണിമയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ മടങ്ങിവരവിന്റെ അനിവാര്യതയെക്കുറിച്ചും എല്ലാം ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വായനകളൊക്കെ അതേ ആശയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ പാപവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ ആദ്യ പാപം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അഹന്തയുടെ, അധമവികാരങ്ങളുടെ, അധിനിവേശത്തിൻ്റെയൊക്കെ ആദ്യ പാപം അത് ദൈവത്തിൽ നിന്ന് മുഖം തിരിയാനും ദൈവത്തിന് പിന്തിരിഞ്ഞു നടക്കാനും ഒക്കെ മനുഷ്യന് കാരണമാകുന്നുവെന്ന വളരെ വേദനാജനകമായ ഒരു ചിന്തയും ഓർമ്മപ്പെടുത്തലും ആദ്യ വായനയിൽ നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ കാരുണ്യവും അതേസമയം തന്നെ അവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നുമുണ്ട്. അഹന്തയായിരുന്നു അവൻ ദൈവം ആവശ്യപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് വിമുഖത കാണിച്ചതിന് പിറകിലുള്ള അടിസ്ഥാനപരമായ പാപഹേതു. ദൈവസ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തെ മറന്നും മറികടന്നും മറുതലിച്ചുമൊക്കെ മനുഷ്യൻ മാറിയതാണ്. അത് തുടരുകയാണ് ചരിത്രത്തിലൂടെ വീണ്ടും. ഈ പാപം തന്നെയാണ് ഈശോ മിശിഹായുടെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലും അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൻ്റെ 3 പരീക്ഷണങ്ങൾ. ഇതേ പാപത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് പാപത്തിന് പരിഹാരകനും രക്ഷകനുമായി വരുന്ന ഈശോ മിശിഹ അഭിമുഖീകരിച്ച് മനുഷ്യകുലത്തിന് വേണ്ടി അതിജീവിക്കുന്നത്. ഈശോയുടെ 3 പരീക്ഷണങ്ങളും ഇന്നലത്തെ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. ആ മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ ശരീരത്തിന്റെ അധമവികാരങ്ങളെ, അഭിനിവേശങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി അവൻ സാത്താനോട് നോ പറഞ്ഞു. കല്ലുകൾ അപ്പമാക്കാൻ പറയുന്ന സമയത്ത് മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ലെന്ന് പറഞ്ഞു. ദൈവാലയ ഗോപുരത്തിന് മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ ആവശ്യപ്പെട്ടപ്പോഴും ആദ്യ പാപത്തിന്റെ പരീക്ഷണങ്ങൾ തന്നെയാണ് അവിടുന്ന് അതിജീവിച്ചത്. അത് അഹന്തയുടെ, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഒക്കെ ഫലമായ ഒരു പാപത്തെ അതിജീവിക്കലായിരുന്നു. എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് തരാം, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി എന്ന് പറയുന്നിടത്തും അധിനിവേശത്തിൻ്റെയൊക്കെ പിടിച്ചടക്കലിൻ്റെയും ഒക്കെ പാപം. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വീണ്ടും അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന പാപത്തിന്റെ അടിസ്ഥാനപരമായ ഹേതുക്കളാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഒരു തിരിച്ചുവരവിന് വേണ്ടി സഭ നമുക്ക് അവസരമൊരുക്കുന്നത്. വലിയ നോമ്പ് കാലത്ത് തിരിച്ചു നടക്കണം മനുഷ്യൻ. ദൈവത്തിൽ നിന്നും വ്യത്യസ്ത പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നടന്നകന്ന മനുഷ്യൻ തിരികെ നടക്കണം. എബ്രായ മൂലത്തിൽ ഷൂബ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തിരിയുക എന്നാണ് വാക്കിന്റെ അർത്ഥം. എ ടോട്ടൽ ടേണിംഗ് ടുവേഴ്സ് ഗാഡ്. കംപ്ലീറ്റ് ആയിട്ട്, മുഴുവനായിട്ട് ദൈവത്തിലേക്ക് തിരിയുക. ഒരു എബൌട്ട് ടേൺ ആണ്. മുഴുവനായിട്ട് ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് അകലുന്നത് പാപമാണെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു മടങ്ങുന്നത് പുണ്യമാണ്. ദൈവത്തിലേക്ക് തിരിയുക, അതിനുള്ള അവസരമായിട്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് ഈ നാളുകളെ എടുക്കാൻ കഴിയണം എന്നത് വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചത്. യോനാ പ്രവാചകൻ
യോനാ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മനോഹരമായ ആ സന്ദേശം. യോനാ നിനിവയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് മാനസാന്തരത്തിനുള്ള ഫലം പുറപ്പെടുവിക്കാനാവും. മാനസാന്തരത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നിനിവെ നിവാസികളോട് പ്രവാചകനിലൂടെ ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനം തിരിച്ചു വരണമെന്ന് ശക്തമായ ഭാഷയിൽ പ്രവാചകൻ ആ ജനത്തോട് ആവശ്യപ്പെടുമ്പോൾ അവരെ ചാരം പൂശി ചാക്കൊടുത്ത് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങുന്നു. അതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ടാണ് ബാഹ്യചിഹ്നമായ ചാരം പൂശൽ. ആ ജനം മുഴുവനും അങ്ങനെ മാനസാന്തരത്തിലേക്ക് കടന്നു. ജനം മാത്രമല്ല, അവിടെയുള്ള സമസ്ത ജീവജാലങ്ങളും മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഒരു സമ്പൂർണമായ സ്ട്രക്ചറൽ ആയിട്ടുള്ള തിരിച്ചുവരവാണ്. സുവിശേഷത്തിലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ശ്രമിച്ചത് എന്താണ്? യഥാർത്ഥ ക്രൈസ്തവ ജീവിത ശൈലി എന്താണ്? മലയിലെ പ്രസംഗം എന്ന് പറയുന്ന പുതിയ ധാർമ്മികതയുടെ, പുതിയ പ്രബോധനങ്ങളുടെ സമാഹാരമാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചുരുക്കെഴുത്ത് ഹൃദയഭാവങ്ങൾ ഒരാൾ എങ്ങനെയൊക്കെ ആയിരിക്കണം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എന്ന് മനോഹരമായിട്ട് പ്രതിപാദിക്കുന്ന ആദ്യത്തെ 12 വാക്യങ്ങളാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ന് ശ്രമിച്ചതും ഈശോ അതിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ. അങ്ങനെ യഥാർത്ഥ ഭാഗ്യത്തിൻ്റെ, യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തിപരമായ തലത്തിലും സമൂഹ തലത്തിലും നിന്നുകൊണ്ട് മനസ്സിലാക്കിയെടുക്കണം എന്നാണ് ആ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെല്ലാം മാനസാന്തരാനുഭവത്തിലേക്ക് കടന്നു വന്ന് യഥാർത്ഥ ശിഷ്യത്വം ജീവിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട സ്വഭാവ പ്രത്യേകതകളും ജീവിതത്തിൻ്റെ ശൈലീഭാവങ്ങളും ഒക്കെയാണ്. ആ ശൈലീഭാവങ്ങളിൽ 2 തലമുണ്ട്. ഒന്ന് വ്യക്തിപരമായ ഒരു തലം, മറ്റൊരു സമൂഹപരമായ ഒരു മാനം. മനുഷ്യന് വ്യക്തിപരമായ രീതിയിൽ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ഒരു സമൂഹ മാനസാന്തരം ആവശ്യമാണ്. പാപത്തിന് തന്നെ വ്യക്തിപരമായ മാനവും സമൂഹ മാനവും ഉണ്ട്. ഒരു സ്ട്രക്ചറൽ സിൻ എന്ന് പറയുന്ന ഒരു തലം കൂടിയുണ്ട്. മനുഷ്യൻ സമൂഹപരമായിട്ട് പാപത്തിന്റെ വഴിയിലേക്ക് വ്യാപരിക്കുമ്പോൾ അതൊരു സ്ട്രക്ചറൽ സിന്നായിട്ട് മാറുന്നുണ്ട്. ഘടനാപരമായ സമൂഹത്തിന്റെ ഘടനയിൽ തന്നെ പാപമുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും സമകാലിക ജീവിത പരിസരങ്ങളിൽ അത്തരം ധാരാളം അനുഭവങ്ങളാണ്. കണ്ണു തുറക്കുന്നത് പത്രത്താളുകളിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന വാർത്തകളുമായിട്ടല്ലേ? മയക്കുമരുന്നിന് അടിമപ്പെട്ടവര് രാപകലില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുന്ന അനുഭവങ്ങൾ. അധ്യാപകൻ അതിക്രൂരമായിട്ട് അതിക്രമിക്കപ്പെടുന്നു, ആക്ഷേപിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. പൊതുനിരത്തുകളിൽ കൊലപാതകങ്ങൾ സുലഭമായിട്ട് മാറിയിരിക്കുന്നു. വിദ്യാർത്ഥി ലോകത്ത് തന്നെ പരസ്പരം കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യുന്ന ഒരു സംസ്കൃതിയുടെ ഇരുണ്ട ഭാവങ്ങൾ. ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്ട്രക്ചർ തന്നെ, ഒരു സമൂഹം തന്നെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള സത്യം. അതുപോലെ കടുത്ത വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും അകലങ്ങളുടെയും ഒക്കെ ഒരു സാഹചര്യം. സഭയുടെ ഉള്ളിൽ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയാതെ വിഘടിച്ചുകൊണ്ട്, ദൈവാരാധനയുടെ കാര്യത്തിൽ പോലും വിഘടിച്ചുകൊണ്ട് വെറുപ്പോടുകൂടിയൊക്കെ പെരുമാറുന്ന സംഘടിതമായ നീക്കങ്ങൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള പാപത്തിന്റെ ഒരു ഫലമാണെന്ന് പറയേണ്ടി വരും. എല്ലാത്തിൽ നിന്നും തിരികെ വരാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. വലിയൊരു അനുരഞ്ജനത്തിലേക്കും അനുതാപത്തിലേക്കും ഒക്കെ നമ്മൾ മടങ്ങണം. അതെല്ലാം വ്യക്തിപരമായ രീതിയിലുള്ള മാനസാന്തരത്തിലൂടെയാണ് സാധ്യമാവുക. എല്ലാവരും ഒരുമിച്ച് മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആ ഒരു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് പൗലോസ് റോമാലേഖനത്തിലൂടെ പറയുന്നത്. സജീവ ബലിയായിട്ട്, മാനസാന്തരപ്പെട്ട വ്യക്തിയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ നീ സമർപ്പിക്കണം. മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും മടങ്ങി മാറി വന്നിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് സ്നേഹത്തിന്റെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമാണ്. എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതം അനുദിന അനുഭവങ്ങളിൽ ജീവിക്കേണ്ടത്, അനുദിനം ജീവിക്കേണ്ടത് എന്നൊക്കെ പൗലോസ് റോമാലേഖനത്തിൽ നമ്മോട് വ്യക്തമാക്കി. ഇന്ന്
മറ്റുള്ളവരെ സ്നേഹത്തോടെ പരിചരിച്ചുകൊണ്ടും അവരുമായി പങ്കുവെച്ചുകൊണ്ടും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടും അനുരഞ്ജനം പ്രാപിച്ചുകൊണ്ടുമൊക്കെയാണെന്ന സത്യം. അനുരഞ്ജനമില്ലാതെ അകന്നു മാറി വിഘടന രീതിയിൽ പെരുമാറുന്നത് സഭയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അത് ഗൗരവമായ തിന്മ തന്നെയാണ്. ആരാധനാക്രമ കാര്യങ്ങളിലും അങ്ങനെ വിഘടിച്ചു മാറി നിന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരം പെരുമാറുന്നത് മാനസാന്തരം ആവശ്യപ്പെടുന്ന ഒരു പാപമാണെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ മാനസാന്തരത്തിലേക്ക് സഭ മുഴുവനും കടന്നു വരണം എന്നാണ് സഭാമാതാവായ അമ്മ എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അതിനുവേണ്ടി നമുക്ക് ആരെയും വെറുക്കാതെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹത്തിന്റെ തണലിലേക്ക്, സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മോട് വചനത്തിലൂടെ ആവശ്യപ്പെടുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ? ആരോടെങ്കിലും വിരോധവും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും തിന്മയുടെ പ്രവർത്തികളിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടോ? ആരോടെങ്കിലുമൊക്കെ എനിക്കിനിയും ക്ഷമിക്കാനായിട്ടുണ്ടോ? വ്യക്തിപരമായി കുടുംബ സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ജോലിയിടങ്ങളിലും ഒക്കെ ഇങ്ങനൊരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് വ്യക്തിപരമായ ഒരു മാറ്റത്തിലേക്കാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വരേണ്ടത്. ഇങ്ങനെ വ്യക്തിപരമായ മാറ്റം സ്വാഭാവികമായിട്ട് നമ്മുടെ പരിസരങ്ങളിലേക്ക് പ്രസരിക്കും. വ്യക്തികളിലൂടെ കുടുംബത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും വ്യാപിച്ചുകൊണ്ടാണ് സ്ട്രക്ചറൽ മാറ്റങ്ങൾക്കിടയാകുന്നത്. സ്ട്രക്ചർ മുഴുവൻ മാറണമെന്ന് നമ്മൾ പൊതുവെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാറുമ്പോൾ എൻ്റെ ചുറ്റുപാടുകൾ മാറും, എൻ്റെ സാഹചര്യങ്ങൾ മാറും. ഞാൻ ഇടപെടുന്ന വ്യക്തികളിലൊക്കെ ആ മാറ്റത്തിന്റെ പ്രതിഫലനങ്ങളും അനുരണനങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു തീക്ഷ്ണമായ മാനസാന്തരാനുഭവത്തിലേക്കും സ്നേഹത്തിലൂന്നിയ ഒരു ജീവിതത്തിലേക്കും അടിയന്തരമായി മടങ്ങുവാനായിട്ട് കർത്താവ് ഇന്ന് തിരുസഭയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് സഭ ഒരർത്ഥത്തിൽ. ഈ അടിയന്തരാവസ്ഥ അടിയന്തര മാനസാന്തരത്തിനുള്ള ഒരു ക്ഷണമാണ്. അടിയന്തരാവസ്ഥയിൽ വലിയ പ്രത്യേകമായ റൂൾസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകമായ വിധം ചില നിബന്ധനകളും നിഷ്ഠകളും നിർബന്ധങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ട് അടിയന്തര മാനസാന്തരത്തിലേക്ക് സഭയെ മുഴുവനും കർത്താവിന്ന് മുതൽ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. 50 നോമ്പ് കാലം അത് വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്ന പതിവും പാരമ്പര്യവും നമ്മുടെ സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും സുറിയാനി കത്തോലിക്കരുടെ, സുറിയാനി ക്രൈസ്തവരുടെ ഒരു അഭിമാന ഘടകം കൂടിയാണ്. നമ്മുടെ മാത്രമല്ല ആഗോള സഭയിൽ മുഴുവനും അതുണ്ട്. പക്ഷെ നമ്മൾ 50 നോമ്പ് എന്ന പേരിൽ കൂടുതൽ ദിവസങ്ങൾ നോമ്പെടുക്കുന്ന രീതി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടഭോജ്യങ്ങൾ വർജിച്ചുകൊണ്ട്, മത്സ്യമാംസാദികളൊക്കെ വർജിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് കൂടുതൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് മാറണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും സ്നേഹം നിറയുമ്പോഴാണ് മനസ്സാന്തരം ഉണ്ടെന്ന് പറയാൻ പറ്റുക. ബാഹ്യമായ പ്രവൃത്തികൾ മാത്രം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എങ്ങും ഒന്നും ആകുന്നില്ലെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങൾ വെറുതെ ചാപ്പെടുത്ത് ചാരം പൂശി ബാഹ്യമായി പ്രകടിപ്പിച്ചത് കൊണ്ട് എന്ത് ഫലം? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം, തിന്മയുടെ പ്രവൃത്തികൾ അവസാനിപ്പിക്കണം, നന്മ പരിശീലിക്കണം, സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം, മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്നൊക്കെ ശക്തമായ ഭാഷയിൽ പ്രവാചകൻ പറയുന്നുണ്ട്. അത് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും അധിഷ്ഠിതമാണ്. സ്നേഹത്തിന്റെ ജീവിത ശൈലിയിൽ അധിഷ്ഠിതമാണ്. ആ സ്നേഹത്തിന്റെ ജീവിതശൈലിയാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ക്രിസ്തു ശിഷ്യത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈശോ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നത്. അത് അർത്ഥവത്തായി ജീവിക്കുവാൻ അടിയന്തരമായ ശ്രമം നമുക്ക് നടത്താം. അതിന് സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടും, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടും, നമ്മുടെ ഇടവകയെ സമർപ്പിച്ചുകൊണ്ടും, നമ്മുടെ രൂപതയെ സമർപ്പിച്ചുകൊണ്ടും, നമ്മുടെ സീറോ മലബാർ സഭയെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടും, ആഗോള സഭയെയും ഈ ലോകത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനായിട്ട്, ത്യാഗപൂർവം ജീവിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടി നോമ്പെടുക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും.
സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയും. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും, അനുഗ്രഹീതമാകും. അനേകർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹ സാന്നിധ്യമായിട്ട് മാറുമെന്നുള്ളത് സത്യമാണ്. ഇത് അനേകർ നൽകുന്ന ജീവിത സാക്ഷ്യമാണ്. വിശുദ്ധർ നമുക്ക് നൽകുന്ന പാഠമാണ്. അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും പരമാവധി എല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടി പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അടുക്കലടുക്കൽ പരിശുദ്ധ കുമ്പസാരത്തിന് അണയുക. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷമൊക്കെ വായിച്ച് ധ്യാനിക്കുക. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുക. കുടുംബ പ്രാർത്ഥനകൾ കൂടുതൽ ശ്രദ്ധാപൂർവം സജീവമാക്കുക. കുടുംബ കൂട്ടായ്മകൾ സജീവമാക്കുക. ഇങ്ങനെ ആധ്യാത്മികമായ അഭ്യസന രീതികളിൽ കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്നേഹത്തിൽ വളരുകയും ചെയ്യുക. പരമാവധി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ സഹായത്തിനെത്തിക്കൊണ്ട് സ്നേഹം പ്രകാശിപ്പിക്കാൻ കുടുംബത്തിലും ജോലിയിടങ്ങളിലും നമ്മുടെ സമസ്ത മേഖലകളിലും നമുക്ക് സാധിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നല്ല ഒരു നോമ്പ് എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.